പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇൽ മുർസലീൻ. പ്രിയ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വഹാബിമാരിലൂടെ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം. അത് എത്ര തന്നെ പറഞ്ഞാലോ എത്ര തന്നെ എഴുതിയാലോ തീരാത്തത്ര സംഭവബഹുലമായ ഒരു ചരിത്രമാണ് ഉമർ റളിയല്ലാഹുവിൻ്റെത്. ഇത്രത്തോളം നീതിമാനും നിപുണനും ജനക്ഷേമ തൽപരനുമായ ഒരു ഭരണാധികാരിയെ ലോകം ഇന്നുവരെ വീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വളരെ തന്റേടിയും ദയദാക്ഷിണ്യം തൊട്ട് തീണ്ടിയിട്ടുമില്ലാത്ത ഒരു പൊരുക്കനായ മനുഷ്യനായിരുന്ന ഉമർ. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്രയിച്ചതിനു ശേഷം വളരെയധികം ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ മാറിപ്പോയ ഒരു മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു കഥ ഞാൻ എടുത്തു പറയാം. അദ്ദേഹത്തിന്റെ രാത്രി നമസ്കാരത്തിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നതായി ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ പെടുകയും ഒരുപാട് നാളുകളായി ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഇത് വീക്ഷിക്കുന്നു. ഒരു നാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പോവുകയും അദ്ദേഹം ഒരുപാട് ദൂരെ നടന്നതിന് ശേഷം ഒരു വീട്ടിലേക്കാണ് കയറിപ്പോയത്. അവിടെ നിന്നും ഒരുപാട് സമയത്തിന് ശേഷം ഇറങ്ങിപ്പോയ ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയതിനു ശേഷം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു. വളരെ അസുഖബാധിതമായി കിടക്കുന്ന ഒരു വൃദ്ധമാതാവിനെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ആ വൃദ്ധമാതാവ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആ മോൻ വീണ്ടും വന്നു എന്ന്. എന്നാൽ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ആ മുന്നേ വന്നുപോയ ആളല്ല ഞാനെന്ന്. അത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. എന്നാൽ ഇവിടെ ദിവസവും വന്ന് എൻ്റെ വിസർജ്യം വൃത്തിയാക്കുകയും എനിക്ക് ഭക്ഷണം തരികയും എന്നെ ശുശ്രൂഷിക്കാനും മാത്രമാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ആരായാലും വലിയ മനസ്സിനുടമയാണ് എന്ന് പറഞ്ഞപ്പോൾ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, അതാരാണെന്ന് നിങ്ങൾക്ക് അറിയണോ എന്ന്. അവർ പറഞ്ഞു, അറിയണം, ആരാണത്? അതെ, അദ്ദേഹമാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ. ഈ ഏതൊരു റോമാ സാമ്രാജ്യത്തിന്റെ ചെങ്കോൽ ഏതൊരു ഭരണാധികാരിയുടെ കാൽ കീഴിലാണോ അടിയറ വെച്ചത്, അതേ ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു ആണ് നിങ്ങളുടെ അടുത്ത് വന്നത് എന്ന്. അതാണ് ഉമർ. യൂഫ്രട്ടീസിന്റെ നദിക്കരയിൽ ദാഹിച്ചു വലഞ്ഞ് ഒരു ഒട്ടകം ചത്തു വീഴുകയാണെങ്കിൽ അതിനു പോലും നാളെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് ആലോചിച്ച് കരഞ്ഞിരുന്ന ഉമർ. ആ ഉമറിനെ, ആ പരുക്കനായ ഒരു മനുഷ്യനെ മാറ്റിമറിക്കാൻ ഖുർആനിന്റെ ഏതാനും അർത്ഥവത്തായ മാസ്മരിക ശക്തിയായ ഏതാനും വരികളാണെങ്കിൽ ആ വരികളുള്ള ഖുർആൻ ഇന്ന് നിങ്ങളുടെയും എന്റെയും വീട്ടിൽ അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അരുത്, അത് നെഞ്ചിലേറ്റണം. അത് നെഞ്ചിലേറ്റി അതിന്റെ അർത്ഥസഹിതം അത് പഠിച്ചെടുത്ത് ജീവിതം ധന്യമാക്കണം. അത് നമ്മുടെ പ്രബോധനത്തിന്റെ വഴിയിൽ വെളിച്ചമായി തീരട്ടെ എന്നും നമ്മുടെ ഇഹവും പരവുമായ ജീവിതം അള്ളാഹു വിജയത്തിലാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.